നമസ്കാരം. എല്ലാവർക്കും അഗ്രി വിത്ത് വർമ്മ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ VST എന്ന് പറയുന്ന കമ്പനിയുടെ ഇഗ്നീറ്റോ എന്ന് പറയുന്ന ഒരു യന്ത്രത്തെ പറ്റിയാണ് സംസാരിച്ചത്. നമ്മുടെ കർഷകർക്ക് പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവരുടെ ആവശ്യത്തിന് വേണ്ട അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാർഷിക യന്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അറിവില്ലായ്മ. അത് അവരെ കൊണ്ട് നയിക്കുന്നത് ഭയങ്കരമായ സാമ്പത്തിക നഷ്ടത്തിലേക്കാണ്. അതിൽ നിന്നും മുക്തി നേടണം, അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിലുള്ള മെഷീൻസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഒരു കാർഷിക യന്ത്രം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആവശ്യം എന്താണ്, നമുക്ക് എത്ര സൈസുള്ള മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്രദമാകും, വണ്ടിയുടെ വെയിറ്റ്. നമ്മളൊരു കാറോ മറ്റ് ബൈക്കോ സ്കൂട്ടറുകളോ വാങ്ങുന്നത് പോലെ തന്നെ ഈ വാങ്ങുന്ന അഗ്രികൾച്ചർ മെഷീനറിക്കും സർവീസ്, മെയിൻ്റനൻസ്, സ്പെയർ പാർട്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ തൊട്ടടുത്ത് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടോ അല്ലെങ്കിൽ ഡീലർ ഉണ്ടോ, ഇതിന് സർവീസിന് ആൾക്കാർ എത്തിച്ചേരാൻ സമയമെടുക്കുമോ എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മളൊരു കമ്പനി ചൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ മെഷീനറീസിനെ പറ്റി നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ HP അല്ലെങ്കിൽ ഏതൊക്കെ വെറൈറ്റി മെഷീനുകൾ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. വീഡർ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഇത്ര HP മുതൽ ഇത്ര HP വരെ അവർക്ക് എത്ര മെഷീനറികളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2 HP മുതൽ 3 HP, 4 HP, 5 HP, 8 HP വരെയുള്ള മെഷീൻ ഉണ്ടെന്ന് നമ്മൾ ധരിക്കുക. നമ്മളുടെ ആവശ്യം അനുസരിച്ചുള്ള മെഷീൻ ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. വെയിറ്റ് നോക്കണം, മെഷീനറിക്ക് എത്ര ഭാരം വരും, അത് കൃത്യമായി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ, നമ്മുടെ സോയിൽ കണ്ടീഷനുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായിട്ട് നമുക്ക് മാച്ച് ആവുന്നുണ്ടോ. ചിലപ്പോൾ നമ്മളുടെ പറമ്പുകളിലും അടുപ്പിച്ചടുപ്പിച്ച് മരങ്ങളെല്ലാം നട്ടിട്ടുണ്ടാവും. ആ മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഈ വണ്ടി സുലഭമായി അല്ലെങ്കിൽ എളുപ്പം കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ അന്വേഷിച്ചിരിക്കണം. നമ്മൾ ഒരു കാറോ ബൈക്കോ വാങ്ങാൻ പോവുകയാണെങ്കിൽ എല്ലാവരും ആരെന്നെ ആയിക്കോട്ടെ അതിൻ്റെ മൈലേജ്, അതിൻ്റെ സർവീസ്, മെയിൻ്റനൻസ്, സ്പെയർ പാർട്സ് എന്നിവയെ പറ്റി എല്ലാവരും ശ്രദ്ധിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ മെഷീനറീസ്, ഈ ബ്രഷ് കട്ടർ, വീഡർ പോലുള്ളവ വാങ്ങുമ്പോൾ അത് ആരും ശ്രദ്ധിക്കുന്നില്ല? എന്നെ ഭയങ്കര രീതിയിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഏത് ചൈന മെഷീൻ വേണമെങ്കിലും ഇന്ത്യൻ മാർക്കറ്റുകൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ വിൽക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ കമ്പനി സാധനങ്ങൾ എടുക്കാത്തത് എന്നുള്ളത് അന്വേഷിച്ച് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചൈന സാധനങ്ങൾക്ക് വിലക്കുറവായതുകൊണ്ട് അത് കൂടുതലായി പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പനി സാധനത്തിന് വില കൂടുതലായതുകൊണ്ട് അവരത് അഫോർഡ് ചെയ്യാൻ അവർക്ക് പറ്റില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സാധനത്തിന് ലൈഫ് ടൈം സർവീസ്, മെയിൻ്റനൻസ്, സ്പെയർ പാർട്സ് എന്നിവ ലഭ്യമാണ്. നമ്മളൊരു കാറോ ബൈക്കോ വാങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ മെഷീനറി ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാനുള്ള രീതിയിൽ അതിൻ്റെ മെയിൻ്റനൻസും സർവീസും ചെയ്തു തരാൻ അതാത് കമ്പനികൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ചൈന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നും തന്നെ ലഭ്യമല്ല. മെഷീനറി നേരെയാക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്പെയർ പാർട്സ് തപ്പി വാങ്ങിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ സ്പെയർ പാർട്സ്, ഇതിന് സ്യൂട്ടബിൾ ആവുന്ന സ്പെയർ പാർട്സ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. ഇത് ഫിറ്റ് ചെയ്താൽ തന്നെ എത്ര കാലം ഇത് മുന്നോട്ട് പോകുമെന്നോ അല്ലെങ്കിൽ ഇത് എത്ര വൃത്തിയിൽ വർക്ക് ചെയ്യുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. മൈലേജ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. കമ്പനി സാധനങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ മെഷീനറികൾക്ക് അതിൻ്റെ 7 അയലത്തെത്തത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഇതൊന്നും ഒരു കർഷകനും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെഷീനറി കേരളത്തിൽ സെല്ല് ചെയ്യുന്നതിന് മുന്നേ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് സർട്ടിഫൈഡ് മെറ്റീരിയൽസ് മാത്രമേ വിൽക്കപ്പെടുന്നുള്ളൂ. അതും കേരളത്തിൽ തന്നെ സ്മാം പദ്ധതിയിലൂടെ സബ്സിഡി നിരക്കിലാണ് വിൽക്കുന്നത്. ഏകദേശം 50% സബ്സിഡി ഓരോ കർഷകനും ലഭ്യമാവുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറും 15,000 രൂപ, 8,000, 7,000 രൂപയ്ക്ക് ചൈനയുടെ മെഷീനറി വാങ്ങിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ചിലവഴിക്കുന്ന പണത്തിന് മൂല്യമില്ലാത്ത രീതിയിലേക്ക് മോശം ഉപകരണങ്ങളാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഓൺലൈൻ വെബ്സൈറ്റിലൂടെ ഏകദേശം കുറച്ച് വീഡറിൻ്റെ സെയിൽസ്, മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കാണ് വീഡറുകളെല്ലാം അവർ സെല്ല് ചെയ്യുന്നത്. 22,000, 30,000 രൂപയുടെ താഴത്ത് മാത്രമാണ് ഓരോ വീഡേഴ്സിനും. ചൈന കമ്പനി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത്രയും കുറഞ്ഞ വിലയിലാണ് അവരത്
സെല്ല് ചെയ്യുന്നത്. അതിന് സബ്സിഡിയോ മറ്റു കാര്യങ്ങളോ കിട്ടാനുള്ള സാധ്യതയില്ല. അതേസമയം ഒരു കമ്പനി മെഷീനറി ഒരു 5 HP 6 HP മെഷീൻ അല്ലെങ്കിൽ 8 HP മെഷീൻ വരുമ്പോൾ 1 ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. ഈ മെഷീൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാണ്ടാണ് പലരും അയ്യോ ഇത് ഭയങ്കര വിലയാണ് ഞങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ഈ മെഷീൻ കേരളത്തിൽ സ്മാം പദ്ധതിയിലൂടെ 50% സബ്സിഡിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 50,000 രൂപയിൽ താഴത്തെ വില വരുള്ളൂ. ഇതേ മെഷീൻ പല കമ്പനികളും ഈ സമയത്ത് ഇറക്കുന്ന PTO ഔട്ടുള്ള മെഷീനാണ്, അതായത് മൾട്ടി പർപ്പസ് മെഷീനറികളാണ് പുറത്തുവിടുന്നത്. ഉദാഹരണത്തിന് VST എന്ന് പറയുന്ന കമ്പനിയുടെ FT50GE എന്ന് പറയുന്ന മോഡൽ മൾട്ടി പർപ്പസ് വെഹിക്കിളാണ്. ഈ പറഞ്ഞ FT50GEയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ FT50GE എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് ഇതിന് PTO ഔട്ട്പുട്ട് വരുന്നത് കൊണ്ട് തന്നെ സ്പ്രേയേഴ്സ്, അതേപോലെ വാട്ടർ പമ്പ്, മറ്റ് കാരിയർ, മറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് പല ഉപയോഗങ്ങളുള്ള മെഷീനാണ്. ഉഴുതുമറിക്കുന്നതിനും പോലെ തന്നെ അല്ലെങ്കിൽ പറമ്പ് പൂട്ടാം, അതേപോലെ തന്നെ നമുക്ക് മറ്റ് തടവെടുക്കാം, ഈ വാട്ടർ പമ്പായിട്ട് യൂസ് ചെയ്യാം, സ്പ്രെയറായിട്ട് കണക്ട് ചെയ്യാം, ഒരു കാരിയർ ഫിറ്റ് ചെയ്ത് നമുക്ക് ഒരു ട്രോളി പോലെ ഓടിക്കാം. പല യൂസ്ഫുൾ വരുന്ന മെഷീനറീസ് ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാണ്ട് ചില കർഷകർ സാധാരണ അല്ലെങ്കിൽ ലോക്കൽ കമ്പനികളുടെ മെഷീനറി വാങ്ങുന്നതിൽ 2-3 മാസം അല്ലെങ്കിൽ ഒരു 2-3 വർഷം വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മെഷീൻ കട്ടപ്പുറത്താവും. കട്ടപ്പുറത്തായി കഴിഞ്ഞാൽ ഇതിന് വേണ്ട രീതിയിലുള്ള മെയിൻ്റനൻസോ സർവീസോ മറ്റു കാര്യങ്ങളും ലഭ്യമാവാത്ത രീതി എത്തും. പിന്നീട് ആരാണെങ്കിലും ഒരു കാർഷിക യന്ത്രം വാങ്ങാൻ ഞാനിങ്ങനെ ഒരു കാർഷിക യന്ത്രം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഓ അതൊന്നും വാങ്ങിയിട്ട് യാതൊരു കാര്യമില്ല, പെട്ടെന്ന് കേടാവും, നമുക്ക് പൈസ നഷ്ടമാണ്, നമുക്ക് ഒരു പണിക്കാരനെ വെച്ച് ചെയ്യിക്കുന്നത് തന്നെയാണ് ലാഭം എന്നുള്ള രീതിയിലേക്ക് കർഷകർ എത്തും. ഇതിൽ നിന്നും വ്യത്യസ്തമായി കമ്പനിയുടെ പ്രൊഡക്ട്സ്, അതായത് ഹോണ്ട, VST, സ്റ്റിൽ, ഹസ്ക്വർണ പോലുള്ള കമ്പനികളുടെ മെഷീനറികൾ വാങ്ങുകയാണെങ്കിൽ, ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്, ഈ കമ്പനികൾ തന്നെയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വീട്ടിനടുത്ത് സർവീസ് ഉള്ള, മെയിൻ്റനൻസ് ഉള്ള, സ്പെയർ പാർട്സിന് അവൈലബിലിറ്റി ഉള്ള, നിങ്ങളുടെ അതാത് സ്ഥലങ്ങളിൽ ഉള്ള മെഷീനറികൾ മാത്രം സെലക്ട് ചെയ്യുക. ഈ മെഷീനറികൾ വാങ്ങുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾ ഇവരുടെ സർവീസ്, മെയിൻ്റനൻസ്, സ്പെയർ പാർട്സ് എല്ലാം ഉറപ്പ് വരുത്തുന്നതാണ്. അതിനാൽ തന്നെ ഈ മെഷീനുകൾ കട്ടപ്പുറത്താവുന്ന ഒരു പ്രശ്നം വരുന്നില്ല. കാരണം ഇവർ കൃത്യമായ രീതിയിൽ അത് കവർ ചെയ്ത് അത് വേണ്ട മാറ്റങ്ങൾ വരുത്തി മെഷീനറികൾ അവർ നേരെയാക്കി തരുന്നതാണ്. അതിന് വേണ്ട സർവീസ് ടീമിനെ തന്നെ കമ്പനി, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർവീസ് ടീമിനെ കമ്പനി ഓൾറെഡി എല്ലാ ഡീലറിൻ്റെ അടുത്തും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് അതിനുള്ള രീതിയിലുള്ള സെയിൽസ് വരുന്നതിനാൽ തന്നെ അവർ ആ രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരുടെ കമ്പനികൾ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് അവർ ആ രീതിയിലുള്ള സർവീസ് ടീമിനെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാണ്ട് ചൈന മെഷീൻ്റെ പുറകെ പോവരുത്. ചിലപ്പോൾ ചൈന മെഷീൻ നേരെ നിന്ന് വരാം, കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരാം. എന്നാലും നമ്മുടെ ഓരോ കാറ് വാങ്ങുന്നതോ ബൈക്ക് വാങ്ങുന്നതോ 5, 6, 7 വർഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ ലൈഫ് ടൈം യൂസിന് വേണ്ടി വാങ്ങുന്ന വെഹിക്കിൾസ് ആണ്. അതേപോലെ തന്നെ ഒരു അഗ്രി മെഷീനറിയെ സെലക്ട് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന എനിക്ക് എൻ്റെ കർഷക സുഹൃത്തുക്കളോട് പറയാനുണ്ട്. യന്ത്രങ്ങളെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. എൻ്റെ കർഷക സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ ആവശ്യത്തിനൊത്ത നമുക്ക് സർവീസും മെയിൻ്റനൻസും തരാൻ കഴിയുന്ന നല്ല കമ്പനികളുടെ മെഷീൻസ് മാത്രം സെലക്ട് ചെയ്യുക. ഒരിക്കലും മെഷീൻ നമുക്കൊരു ഭാരമാവാത്ത രീതിയിൽ അതിനെ കൊണ്ടു നടക്കാൻ പറ്റണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.